വന്യജീവികളുടെ സാന്നിധ്യവും പെരുമാറ്റവും മനുഷ്യന്റെ താല്പര്യങ്ങൾക്കോ ആവശ്യങ്ങൾക്കോ ആവർത്തിച്ച് ഭീഷണി ഉയർത്തുമ്പോൾ ഉണ്ടാകുന്ന സംഘർഷങ്ങളാണ് മനുഷ്യ വന്യജീവി സംഘർഷങ്ങളെന്ന് നമ്മൾ വിശേഷിപ്പിക്കുക. ഇന്ന് നമ്മുടെ നാട്ടിൽ വന്യജീവി ആക്രമണങ്ങൾ ഒറ്റപ്പെട്ട സംഭവങ്ങളെയല്ല, അവ നിരന്തരം ആവർത്തിക്കുകയാണ്. കാളുകാവിലെ നരഭോജി കടുവയെ പിടികൂടിയിട്ടും നാട്ടുകാർ പ്രതിഷേധം തുടരുന്നത് ഈ ഭീതിയെ തുടർന്നാണ്. കാരണം അവിടെയാണ് കടുവയ്ക്ക് വെച്ച കൂട്ടിൽ പുലി കുടുങ്ങിയത്. വന്യജീവി ഭീഷണി ചർച്ച ചെയ്യാൻ അടിയന്തര നിയമസഭാ സമ്മേളനം വിളിക്കാൻ ജോസ് കെ മാണി ആവശ്യപ്പെട്ടതും ഈ സാഹചര്യത്തിലാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ പരിശോധിക്കുകയാണ് പോയ കുറച്ചു നാളുകൾ ഉണ്ടായ കേരളത്തിലെ ഈ വന്യജീവി ആക്രമണങ്ങളുടെ ഒരു കണക്കുകളിലേക്ക്. നമ്മുടെ സംസ്ഥാനത്താകെ 941 പഞ്ചായത്തുകളാണുള്ളത്. അതിൽ 273 പഞ്ചായത്തുകൾ, അതായത് 4/1, 25% പഞ്ചായത്തുകൾ ഇന്ന് വന്യജീവി ആക്രമണ മേഖലയിൽ ഉൾപ്പെടുന്നതാണ്. സംസ്ഥാനത്തെ 30 പഞ്ചായത്തുകളാകട്ടെ അതിതീവ്ര വന്യജീവി ആക്രമണ മേഖലയിൽ ഉൾപ്പെടുന്നു. അതായത് വന്യജീവി ആക്രമണങ്ങൾ തുടർച്ചയായി റിപ്പോർട്ട് ചെയ്യുന്ന ഏറ്റവും കൂടുതൽ വന്യജീവി ആക്രമണങ്ങൾ, മനുഷ്യ വന്യജീവി സംഘർഷങ്ങൾ ഉൾപ്പെടുന്ന മേഖലകളാണ് 30 പഞ്ചായത്തുകൾ എന്നത്. വനം വകുപ്പിന്റെ തന്നെ കണക്കുകൾ നമുക്കൊന്ന് പരിശോധിക്കാം. 2016 മുതൽ 2025 വരെ സംസ്ഥാനത്ത് വന്യജീവി ആക്രമണത്തിൽ ആകെ മരിച്ചത് 860 പേരാണ്. ഈ കണക്കുകൾ ഇനി നമ്മൾ ഒന്ന് വേർതിരിച്ചു നോക്കിയാൽ ഈ കാലയളവിൽ കാട്ടാന ആക്രമണത്തിൽ മാത്രം 187 പേർക്ക് ജീവൻ നഷ്ടമായിട്ടുണ്ട്. കടുവയുടെ ആക്രമണത്തിൽ മലപ്പുറം കാളികാവിലെ ഗഫൂർ അടക്കം, ടാപ്പിംഗ് തൊഴിലാളിയായ ഗഫൂർ അടക്കം 10 പേരാണ് കഴിഞ്ഞ 10 വർഷത്തിനിടെ കൊല്ലപ്പെട്ടത്. കാട്ടുപന്നി ആക്രമണം അത് പലയിടത്തും സർവ്വസാധാരണമായിരിക്കുന്നു. എല്ലാ ജില്ലകളിലും കാട്ടുപന്നി ആക്രമണത്തിന്റെ സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നു. അവിടെ 47 പേരാണ് 10 കൊല്ലത്തിനിടെ 47 പേർ കാട്ടുപന്നി ആക്രമണത്തിൽ കൊല്ലപ്പെട്ടു. കേരളത്തിലെ 406 വില്ലേജുകൾ ഇന്ന് കാട്ടുപന്നി ആക്രമണം രൂക്ഷമായ ഹോട്ട്സ്പോട്ടുകളാണ്. അതായത് വനത്തോട് ചേർന്ന പ്രദേശങ്ങൾ മാത്രമല്ല, അതിനപ്പുറത്തേക്ക് നഗരപ്രദേശങ്ങളിലടക്കം പലയിടങ്ങളിലും ഈ കാട്ടുപന്നിയുടെ ശല്യം രൂക്ഷമാണ്. പാമ്പുകടി മൂലമുള്ള മരണങ്ങളും വനംവകുപ്പ് അതിനെ വന്യജീവി ആക്രമണമായാണ് കണക്കാക്കുന്നത്. 573 പേരാണ് ഈ കഴിഞ്ഞ 10 വർഷ കാലയളവിൽ പാമ്പുകടിയേറ്റ് സംസ്ഥാനത്ത് മരിച്ചത്. ഇതിൽ ഈ പാമ്പുകടി ഏൽക്കുന്ന സംഭവങ്ങൾ മാത്രമായിരിക്കും പലപ്പോഴും നമുക്ക് ചികിത്സിക്കാനോ അതിൻ്റെ വാക്സിൻ എടുക്കാനോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും തരത്തിലുള്ള വിഷചികിത്സ നൽകിയൊക്കെ ആളെ രക്ഷിക്കാനാവുക. മറ്റ് പലയിടങ്ങളിലും നമ്മൾ ഈ മനുഷ്യർ വന്യജീവികളുടെ ആക്രമണങ്ങൾക്ക് മുന്നിൽ നിസ്സഹായരാകുന്ന കാഴ്ചയാണ്. അതാണ് ഈ വന്യജീവി ആക്രമണവുമായി ബന്ധപ്പെട്ട് വന്യജീവി സംഘർഷം നിൽക്കുന്ന ഇടങ്ങളിലെ വലിയ പ്രതിഷേധങ്ങൾക്ക് കാരണവും.